രൂപത്തിൽ നിന്ന് വന്ന ആളുകൾ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കുഴിയെടുത്തപ്പോൾ കക്കൂസ് മാലിന്യം കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധം കനക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒഴുക്കിയ കക്കൂസ് മാലിന്യം കരിമ്പനത്തോട്ടിലേക്ക് പമ്പ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്ന് കൗൺസിൽ യോഗത്തിലും പ്രതിഷേധം ഉന്നയിച്ചു. കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ കൗൺസിലർമാരും ചെയർമാനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ശേഷം ഇവർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം. പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിർത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നേരെ അജണ്ടയിലേക്ക് ഇന്നലത്തെ സംഭവം നമ്മൾക്ക് ഈ അജണ്ട അവസാനിച്ചതിന് ശേഷം നമ്മൾ അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം അതിൽ ഞങ്ങളെ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച വിഷയങ്ങളാണ്. ഞങ്ങള് അവിടെ പോയത് മലിനജലം ഒതുക്കാനില്ല, അത് തടയാൻ പോയ ഞങ്ങളെ കൗൺസിലർമാർ ഞാനും ചെയ്യുന്ന നമ്മുടെ ജില്ലാക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കൂടുന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ തടയാമെന്ന് അവരെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവില്ല. ഈ മലിനജലം ഒഴുക്കുന്നതിന് അനുകൂലമാണ് അവർ. ഞങ്ങളെതിരെ ചെയർമാനെ വിളിച്ചപ്പോൾ ചെയർമാനെതിരെ വൈസ് ചെയർപേഴ്സൺ വിളിച്ച് അവരെതിരാണ് സെക്രട്ടറി. ഞങ്ങളാ നിലപാടെടുത്തതിന് ഞങ്ങളാ കയ്യേറ്റം ചെയ്യുന്ന ആവശ്യം എന്താണ്? ഈ കരിമല പ്രദേശത്തുള്ള ഏതാനും ചില ആളുകൾ, എല്ലാവരും ഏതാനും ചില ആളുകൾ അവിടെ വന്ന് നിങ്ങളെ എന്താ പറയുക പരിഹസിക്കുക. ചെയർപേഴ്സൺ കണ്ടതാണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരണം ഞാൻ നടത്താം. പ്രതിപക്ഷ നേതാവ് നീക്കു കഴിഞ്ഞാൽ അല്ല സാർ, അതിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായം പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിൽ പറയാം. ഞാൻ അതിന്റെ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാം. നിങ്ങൾ സംസാരിച്ചു. ഞങ്ങളതിലൊരു ഡിമാൻഡ് എന്താന്ന് പറഞ്ഞാൽ അന്ന് ഈ കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകിയത് വാഗടാർ കണ്ടെത്തിയ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കണ്ടെത്തിയല്ല. വാഗടാർ കണ്ടെത്തിയ വിഷയം അത് എവിടെ നിന്നാണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരും ചെയർപേഴ്സണും ഒക്കെ വന്നപ്പോൾ അന്ന് ഉൾപ്പെടെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒഴുക്കിയ വെള്ളം ചെക്ക് ചെയ്യാൻ തീരുമാനിച്ച ഈ രണ്ടും അവിടെ നടന്നില്ല. ഒന്ന്, എന്ത് നടപടിയാണ് അവർക്കെതിരെ എടുത്തത് അറിയാൻ താല്പര്യമുണ്ട്. ഇന്നലെ വരെ ഒരു നോട്ടീസ് ഞങ്ങൾക്ക് ഈ ആവശ്യപ്പെടാറ് ഈ കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി, ക്രിമിനൽ ഒഫൻസ് എടുക്കണം. അതിന് മുനിസിപ്പാലിറ്റി ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചു. പുറത്തും ഞാൻ ലേഖപ്രകാരം എഴുതി കൊടുക്കാം. ലേഖപ്രകാരം എഴുതി കൊടുത്തിട്ട് പോലും അവരെ ഇങ്ങനെ ഭയം. ആരാണ് അവരെ ഭയക്കുന്നവരാണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയം, ഭരണക്കാർക്ക് ഭയം. ആ നിലപാട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം, അവരെ ടാർഗറ്റ് ചെയ്യണം. ഈ രണ്ട് ആവശ്യമാണ് ഇന്നത്തെ കൗൺസിൽ തന്നെ ഉന്നയിക്കുന്നത്. ഈ കരാറെടുത്ത വ്യക്തി പുതിയ കക്കൂസിന്റെ മേലെ ഷീറ്റടിച്ചിട്ട് അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിക്കുന്നത്. അതുപോലെ തന്നെ 2 കക്കൂസ് എടുത്തിട്ട് അത് മുനിസിപ്പാലിറ്റി പൊളിച്ച് അത് അവിടെ അയച്ചു. പക്ഷേ അവിടെ അവർ കിഴക്കോട്ടേക്കുള്ള ഷട്ടർ, ആ ഷട്ടർ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ മാറ്റി വടക്ക് ഭാഗത്ത് വെച്ച് അത് മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരമില്ല. ഇവിടെ നിന്ന് പറയുമ്പോൾ നോട്ടീസ് കൊടുക്കില്ല ഉണ്ട്. പ്രോസിക്യൂട്ടർ നടപടി ശരിയാവും. നോട്ടീസ് ഇവിടെ എഴുതിവെക്കല്ലാണ്ട് ഒരിക്കലും അയാൾ കൈപ്പറ്റില്ല. പത്രം ഒരാൾ ശരിക്കും കരിപ്പട്ടികയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ക്ലോക്ക് റൂം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പല സ്ഥലത്തും ആളുകൾ വാഹനത്തിലൊക്കെ വന്ന് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി വെച്ചതാണ്. അവിടെ 3 റൂമുകളായി തിരിച്ച് ഇവർ ഈ കരാറെടുത്ത കക്ഷി അവിടെ പാട്ട് കൊടുക്കുക. മേൽവാടക്ക് വലിയ പൈസ വാങ്ങിക്കാൻ കൊടുക്കുക. അവരെ കടലൊക്കെ വെക്കുന്ന ആളുകളോട് ദിവസം 100 രൂപ ഇയാൾ വാങ്ങും. ഇതെല്ലാം മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർക്ക് ഇവിടുത്തെ ഭരണവർഷത്തിന് കൃത്യമായ സംഭവം. പക്ഷെ ഇതൊന്നും മിണ്ടുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഇതിലെന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ട്. അതുപോലെ മലിനജലവുമായി ബന്ധപ്പെട്ട് നമ്മളൊരാൾ പോയ സമയത്ത് ശരിക്കും വലിയൊരു മോട്ടർ വെച്ചിട്ട് കരിമണത്തോട്ടിൽ ആ ആക്ഷൻ കമ്മിറ്റിയൊക്കെ നിലവിലുണ്ട്. പക്ഷെ അവിടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് 3 ദിവസം പ്രശ്നം ഉണ്ടായിട്ട് മിണ്ടില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഈ വെള്ളം കരിമണത്തോട്ടിലേക്ക് ഒഴുക്കി കട്ട നമ്മൾ പ്രത്യേക വെള്ളം ചെല്ലുന്നതല്ല. ശരിക്കും നമ്മുടെ കക്കൂസിലെ മാലിന്യങ്ങൾ തന്നെയാണ്. അത് ചെറുപ്പം പറഞ്ഞാൽ പൈപ്പ് ചർച്ച എന്നൊക്കെ പറഞ്ഞു.
പക്ഷെ എന്നാലും ഇപ്പം വെള്ളം പുറത്തേക്ക് ഒഴുകി വലിയ വിഷയം ജനങ്ങളുടെ മണത്തിൽ നിൽക്കാൻ പറ്റും. ആദ്യം മുതൽ ഈ വലിയ പമ്പ് വെച്ച് കരിമണത്തോട്ടിലേക്ക് ഒഴുകിക്കൊണ്ട് കരിമണത്തോട്ടിലെ 20 വർഷം താമസിക്കുന്ന ആളുകൾ അവിടുത്തെ കിണറിലേക്കും ഈ മാലിന്യം പിന്നെ വന്ന് വലിയ പ്രശ്നം നേരിട്ട കല്യാണം ശക്തമായ പ്രതിഷേധം ഈ കൗൺസിൽ അജണ്ട കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചുവാണെങ്കിൽ ഇനി നമ്മളതിന്റെ മുകളിൽ വരെ പറയാം. ഇനി ഇതിന്റെ മുകളിൽ നമ്മളൊരു നിലപാട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ബാക്കി പോകും. അതിന്റെ മുകളിൽ ചർച്ച ചെയ്യുന്നില്ല, അതിന്റെ മുകളിൽ നിങ്ങൾ പ്രതിഷേധിക്കുകയില്ല. നമ്മൾ ഒരു നിലപാട് പറയും. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചർച്ച അനുവദനീയമായതുകൊണ്ട് അത് തന്നെ പറയുക. ഉന്നയിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് 2 ആളുകൾക്ക് സമയം അനുവദിച്ചു. നിങ്ങൾ പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഉദ്ദേശപ്പെടാം. നിങ്ങൾക്ക് പറയുന്നത് നമ്മൾ കേട്ടു. പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങി തന്നു. പെരുമാറ്റച്ചട്ടം അനുസരിച്ച് അത്തരം ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ട. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ സമയത്ത് ഞങ്ങൾ അതിന് വഴങ്ങി തന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് UDF-ന്റെ നേതാവും കോൺഗ്രസിന്റെ നേതാവും എഴുന്നേറ്റ സമയത്തും അതിനും വഴങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും എഴുന്നേൽക്കുമ്പോൾ അത് വഴങ്ങി തരുന്നത് ഒരു കൗൺസിൽ നടപടിക്ക് വിധേയമായി പോകാൻ വേണ്ടി കഴിയും. അങ്ങനെ പറയാൻ വേണ്ടി കഴിയും. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു തൊഴിൽ പോലെ അല്ലെങ്കിൽ യഥാസമയം യഥേഷ്ടം സംസാരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. അതിനെ സംബന്ധിച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ കൗൺസിൽ പ്രതിപക്ഷത്തുള്ള ലീഡർമാരുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ കരിമണത്തോടുമാരുണ്ടായിട്ടുള്ള വിഷയം ഉൾപ്പെടെ ഇനി കൗൺസിൽ നടപ്പിലാക്കാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് പൊതുവിൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്ത് നമ്മൾ വെച്ച റിപ്പോർട്ടിന്റെ മുകളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചു. നമ്മൾ ഇതുവരെ എടുത്ത നിലപാടിനോട് പൂർണ്ണമായിട്ട് യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നത് നിങ്ങളും നമ്മളും വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകണം എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ ഗുണമുണ്ട്. അതിൽ ഞങ്ങളുടെ നിലപാട് ഭരണപക്ഷത്തിന്റെ നിലപാടാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുന്നതിൽ അങ്ങനെ പൈസ പറഞ്ഞതല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഇന്നതാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള 3 കക്കൂസ് അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഏറ്റവും നല്ല കാര്യം എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണയിൽ പോയില്ലെങ്കിൽ ഇന്നലെ അവിടെ 3 കക്കൂസ് പൊളിക്കുമായിരുന്നു. ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് അനധികൃതമായിട്ട് ഈ കക്കൂസ് മാലിന്യം ഈ നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് അവർ നടക്കുന്ന സമയത്താണ് ഈ കക്കൂസ് മാലിന്യം അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. ആ സമയത്ത് തന്നെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരും ഭരണപക്ഷത്തിലുള്ള ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അവിടെ സന്ദർശിച്ച് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചു. അവിടെ പൊളിച്ചു മാറ്റി പരിശോധിച്ചു. മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള കക്കൂസ് മാലിന്യം അതിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഇക്കാറ്റ് കൊണ്ടുവന്ന് പൊളിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തി 2-3 ദിവസം അടച്ചുപൂട്ടാൻ പറഞ്ഞു. സെറ്റ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ ഇടപെട്ട്, കോഴിക്കോട് കോർപ്പറേഷൻ ഇടപെട്ട്
സാധനങ്ങൾ അല്ലെങ്കിൽ 6300 ലിറ്റർ കൊണ്ടുപോയി. ഇതൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ പൊളിക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ നമ്മൾ വാഗാടിന്റെ യോഗം വിളിച്ച് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിവരം വരുന്നത് അവിടെ ഈ വാഗാടുകാരായിരിക്കണം. നമ്മളാരുമല്ല, ഭരണപക്ഷ കൗൺസിലർമാരോ അതിന് ഉത്തരവാദപ്പെട്ട ആളുകളൊന്നും തന്നെ അതിന് അനുമതി കൊടുത്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയില്ല. ഇന്ന് രാവിലെ നമ്മൾ ചർച്ച നടത്തി. ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ആ വെള്ളം കരിമലത്തോട്ടിലേക്ക് ഒഴുക്കുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്ന് ഓരോ ജയച്ചൈമാരോടും എച്ചൈമാരോടും ചോദിച്ചു. ഒരാളും കൊടുത്തിട്ടില്ല. HSനോട് ചോദിച്ചു, കൊടുത്തിട്ടുണ്ടോ? മൗനാനുവാദം കൊടുത്തിട്ടുണ്ടോ? ആരും കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടോ അവർ അനുവാദം കൊടുത്തിട്ടോ എല്ലാം നടത്തിയിട്ടുള്ളത്. ചെയർമാൻ എന്ന നിലയ്ക്ക് എന്നോടോ വൈസ് ചെയർമാനോടോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടൊന്നും തന്നെ ഇങ്ങനെ അതിലേക്ക് കരിമലത്തോട്ടിലേക്ക് വെള്ളം കൊടുക്കുന്നത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിപ്പ് തന്നെയാണ്. ഒരു കാരണവശാലും കരിമലത്തോട്ടിലേക്ക് മലിനജലം ഒഴിച്ചതിനോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. പ്രതിപക്ഷത്തിലുള്ള ഒരു കൗൺസിലർ എന്നെ വിളിച്ച സമയത്ത് എന്താ പറഞ്ഞത്? ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുമെന്നാണ്. വാഗാടുകാരോട് പറഞ്ഞ് ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെ രാഷ്ട്രീയ മുഖത്തുണ്ട്, ആള് മുഖത്തുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അടിയന്തരമായ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവകാശവാദം പറഞ്ഞ് ആള് കുട്ടിച്ചു എന്നുള്ളല്ലോ, അതൊന്നല്ല. അവിടെയുള്ള ഏതോ ഒരാള് പിന്നെ കൂട്ടിയതാണ് എന്നാണ് ഞാൻ അറിഞ്ഞ വിവരം. ഞാൻ അറിഞ്ഞ വിവരം ഞാൻ പറയട്ടെ, പറഞ്ഞു തീരട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒരു ജനാധിപത്യത്തിൽ പോലെ ഞാൻ പറയട്ടെ. എന്താണ് നിങ്ങൾ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള ഒരു പബ്ലിക് നിങ്ങൾക്ക് ഒരു ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിലൊക്കെ ഇടപെടുന്നുണ്ടോ എന്നുള്ള പൊതുജനങ്ങളോട് സംശയം. നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഈ ജനാൽക്കാരെ പോലെയുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള കൗൺസിലർമാരെ കൂക്കി വിളിച്ച് പറഞ്ഞാക്കുന്നേ ഭയപ്പെട്ടു പോകുന്ന രൂപത്തിൽ നിന്ന് വന്ന ആളുകൾ ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഇങ്ങോട്ട് വേണ്ട.
ഇന്ന് കൗൺസിൽ യോഗം കൗൺസിലർമാർ ഞങ്ങളെ എല്ലാവരും ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ മാലിന്യവുമായി ബന്ധപ്പെട്ട് രണ്ട് നിലപാടാണ് വടകര നഗരസഭയ്ക്കുള്ളത്. സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും ഒക്കെ അവർക്കൊരു നിലപാട്, അല്ലാത്തവർക്ക് മറ്റൊരു നിലപാട്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങളിന്ന് സഭയിൽ ആ വിഷയം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി തരാതെ ധിക്കാരപരമായ രീതിയിലാണ് ചെയർമാൻ ഞങ്ങൾക്ക് പറയുന്നത്. ഞങ്ങളോട് അവർ പറയുകയാണ്, നിങ്ങളുടെ ഒരു നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ്. ഇവിടെ നമുക്കറിയാം, ശുചിത്വ മാലിന്യവുമായി ബന്ധപ്പെട്ട്, ശുചിത്വ വടകരയുമായി ബന്ധപ്പെട്ട് നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിയ നഗരസഭയാണ്. അതൊക്കെ വ്യാജമാണ്, അതൊക്കെ കാപട്യമാണ്. ഇവിടെ വടകര പട്ടണത്തിലെ മാലിന്യം ഒഴുകുന്നത് രണ്ട് പ്രധാനപ്പെട്ട തോടുകളിലൂടെയാണ്. ഒന്ന് കരിമ്പനത്തോടിലൂടെ, മറ്റൊന്ന് അങ്ങാടിത്തോടിലൂടെ. ഈ അങ്ങാടിത്തോടിലൂടെയും കരിമ്പനത്തോടിലൂടെയും ഒഴുകുന്ന മാലിന്യങ്ങൾക്ക് കൃത്യമായ ഒരു അഴുക്കുചാൽ പദ്ധതി ഈ നാട് ഭരിച്ച 60ഓളം വർഷക്കാലം ഈ നാട് ഭരിച്ച ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി അവർ ചിലരെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരെ, പി കെ ജലാൽ സാഹിബ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ ഇന്നലെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർക്കെന്താ നിലപാട്? ഇന്നലെ വാഗണിൻ്റെ ആളുകൾ കരിമ്പനത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയപ്പോൾ ആ ഒഴുക്കിയതിനെതിരെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് സ്വീകരിച്ച ജനപ്രതിനിധികളായ ഞങ്ങളെ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അത് എന്തിനാണെന്ന് ചെയർമാൻ ചോദിച്ചപ്പോൾ ചെയർമാന് മറുപടിയില്ല. ഇവർ കൂട്ടിക്കൊണ്ടുവന്ന ചില ഗുണ്ടകളാണ് അവർ ഞങ്ങളെ കയ്യേറ്റം ശ്രമിച്ചത്. ചെയർമാനോടും ഭരണപക്ഷത്തെ കൗൺസിലർമാരോടും ഇവിടുത്തെ പാർട്ടിക്കാരോടും പറയുന്നു, അങ്ങനെ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലർമാർ. ഞങ്ങൾ ഓടിളക്കി കയറി വന്നതല്ല, ജനങ്ങളോട് വോട്ട് വാങ്ങി കയറി വന്നതാണ്. നെറികേട് കണ്ടാൽ പറയും. ഇവിടെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ വന്നോ? 4 മണി മുതൽ ഞങ്ങളെല്ലാവരും അവിടെയുണ്ട്. 6:30 ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തുമ്പോൾ അതിനു മുമ്പ് മലിനജലം ഒഴുക്കുന്ന മോട്ടോർ ഓഫാക്കിയത് ഞങ്ങളുടെ കൗൺസിലർ, ചരന്റെ കൗൺസിലറാണ്. ഞങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ചെയർമാൻ പറയുന്നത് ഞങ്ങൾ നേരത്തെ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഇവർ ഉള്ളിക്കൂടെ അതിന് ഒത്താശ ചെയ്തു. വാഗണിനോട് ഒഴുക്കി പണിയെടുക്കാൻ വേണ്ടി ഒത്താശ ചെയ്തു. അത് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങളാണ് അതിന്റെ പിന്നിലെന്ന് പറയുന്നത് ഉളുപ്പില്ലാതെയാണ് കൗൺസിലിനകത്ത് തെറ്റിദ്ധരിച്ച രീതിയിൽ പറയുന്നത്. ഇതേ നിലപാടുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ 1 ഇഞ്ച് വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ശക്തമായി ഈ വടകരയിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിൽ അനധികൃതമായ കയ്യേറ്റങ്ങൾ നടന്നു എന്ന് കഴിഞ്ഞ കൗൺസിലിൽ ഞങ്ങൾ സംഗതി വിവരിച്ചതാണ്. കാരണം അവിടെ കക്കൂസിൻ്റെ മുകളിൽ ഒരു ഷീറ്റടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് ഈ കരാറെടുത്ത വ്യക്തി, കക്കൂസിൻ്റെ കരാറെടുത്ത കക്ഷി അവിടെ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ക്ലോക്ക് റൂമായി പ്രവർത്തിക്കുന്ന ആ സ്ഥലം 3 റൂമുകളായി അത് പുറത്ത് വാടക കൊടുത്ത് അദ്ദേഹം പെർമിഷൻ ഇല്ലാണ്ട് അവിടെ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയാണ്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നിർമ്മിച്ച ഷട്ടർ അത് വടക്ക് ഭാഗത്തേക്ക് മാറ്റി മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ മാറ്റിക്കൊണ്ട് അവിടെ അതിലും വലിയ സാമ്പത്തിക അഴിമതി നടത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കടലക്കാരൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ പണം വാങ്ങുന്ന ഒരവസ്ഥയാണുള്ളത്. അതായത് മുനിസിപ്പാലിറ്റിയുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഒരു മാഫിയ സംഘത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് വടകര മുനിസിപ്പാലിറ്റിയുടെ ഭരണപക്ഷം. അതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു കക്കൂസ് നിർബന്ധമായി നമ്മളെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ സമ്മർദ്ദത്തെടുത്ത പ്രതിഷേധത്തോടാണ് 3 കക്കൂസ് പിന്നെ മൂപ്പര്, അതായത് കരാറെടുത്ത വ്യക്തി നിർമ്മിച്ചത് പൊളിക്കാൻ തയ്യാറായത്.
ഈ കക്കൂസിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുകുന്നില്ല, അത് അടച്ചു എന്നാണ് ഇന്നലെ ആ കൗൺസിൽ പാർട്ടിയുടെ യോഗത്തിൽ ചെയർമാൻ പറഞ്ഞത്. പക്ഷേ ശരിയല്ല. ഇന്നലെ ഫുള്ളായിട്ട് വെള്ളം നല്ല കട്ട വെള്ളം കരിമണത്തോട്ടിലേക്ക് ഒഴുക്കി വിട്ടത്. കരിമണത്തോട്ടിലെ ആളുകളിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏതായാലും ഈ ഒരു പ്രക്ഷോഭം ഇത് ഇവിടെ നിർത്താൻ പോകുന്നില്ല. ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ട് പോകും. ഇന്നലെ ഇവിടെ ഇത്രയും അടിയന്തര ഘട്ടത്തിൽ ഞങ്ങൾ കൗൺസിലേഴ്സ് അവിടെ പോയി ഈ കരിമണത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നത് കണ്ട് അവിടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വടകര മുനിസിപ്പാലിറ്റിയിലെ അധികാരികളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്, ചെയർമാനെ അറിയിച്ചിട്ടുണ്ട്. 4:40 ഞങ്ങൾ അറിയിച്ചപ്പോഴും 6:30 ശേഷമാണ് ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിച്ചപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് HS ഞങ്ങളെ അറിയിച്ച വിവരം എൻ്റെ ഉത്തരവാദിത്തമല്ല ഇത് എന്നാണ്. എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എഞ്ചിനീയറിംഗ് സെക്ഷനിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കാനാണ് പറഞ്ഞത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിലർമാരെ പൊട്ടന്മാരാക്കി കളിക്കുന്ന വിധത്തിലാണ് ഇവിടെ നിന്നുള്ള ഞങ്ങൾക്കുണ്ടായിരുന്ന മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതേപോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ചെയർമാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് പ്രതിപക്ഷ കൗൺസിലേഴ്സ് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതുപോലുള്ള മലിനജലം കരിമണത്തോട്ടിൽ ഒഴുക്കാൻ ഇത്തരത്തിലുള്ള മൗനാനുവാദം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ചെയർമാനും അടക്കമുള്ള ആളുകൾ നൽകി എന്നാണല്ലോ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ ജനപ്രതിനിധികളായി നിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള യാതൊരുവിധ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിഷേധമുണ്ടാകും. ഇവിടെ വെറും ബോർഡിലും വാക്കുകളിലും മാത്രം ഒതുങ്ങുന്നതാണ് ക്ലീൻ സിറ്റി എന്നുള്ള ഒരു വാക്ക്. ആ ക്ലീൻ സിറ്റി എന്ന ഇതിന്റെ മതിലിന് പുറത്തു പോലും വലിയ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കരിമണത്തോട് പോലുള്ള അവിടത്തേക്ക് ഒഴുക്കി വിടുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ ഇതൊരു സൂചന മാത്രമാക്കിക്കൊണ്ട് നാളെ മുതൽ ശക്തമായ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം കൈയേറ്റം ചെയ്യുന്ന വിധത്തിലേക്കായിരിക്കും ഇനിയുള്ള പ്രതിഷേധം എന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ പ്രതിഷേധം ഇവിടെ ഇത്തരത്തിൽ ഞങ്ങൾ വനിതാ കൗൺസിലേഴ്സിനെ അടക്കം ഇവർ കയ്യേറ്റം ചെയ്യുന്ന വിധത്തിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് അവർ വ്യക്തമാക്കണം. കാരണം ഇവിടെയുള്ള ആളുകൾ ആർക്കൊപ്പമാണ് എന്നുള്ളത്, ഈ മലിനജലം ഒഴുക്കുന്നതിന് അവർ മൗന അനുവാദം നൽകുകയാണോ എന്നുള്ളത്, അവിടെയുള്ള CPM പോലുള്ള പാർട്ടിക്കാരെ അവിടെ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അവർക്ക് ആ മലിനജലം ആ കരിമണത്തോട്ടിലേക്ക് ഒഴുക്കിക്കോട്ടെ എന്നാണോ അവർ പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം. അതേപോലെ തന്നെ ചെയർമാൻ എന്തുകൊണ്ടാണ് ഇത് ചീപ്പ് പബ്ലിസിറ്റി എന്ന് തരത്തിലേക്ക് തരം താഴ്ന്ന് കൗൺസിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതിർന്ന കൗൺസിലറാണ് ജലാൽ ഖാനോട് പറഞ്ഞിട്ടിരിക്കുന്നത്, നിങ്ങൾ മുതിർന്ന കൗൺസിലർ അടക്കം ഇത്തരത്തിലേക്കുള്ള സംസാരിക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് ആണ് ചെയർമാൻ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം എന്നുള്ള ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്